الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه شهر الصيام لقد علوت مكرما وعدوت من بين الشهور مؤلما يا صائمي رمضان هذا شهركم فيه أباهكم المهيمن مغنما يقول من فيه أطرأ إلهه متقربا متجرما ما هرما والويل كل الويل للعاصي الذي في شهره أكل الحرام وأجملا الله سبحانه وتعالى നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി പെരുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സർവ്വവിധ പാവങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്തു മാഫാക്കി പെരുമാറാവട്ടെ. ആരംഭമായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അവിടുത്തെ പൊരുത്തത്തിലായി അല്ലാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ അവസാന ഭാഗം റമദാൻ ശരീഫിലേക്ക് കാലെടുത്ത് വെക്കാൻ ഇരിക്കുകയാണ് ഞാനും നിങ്ങളും. 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വബല്ലിഗ്നാ റമദാൻ, റമദാൻ ഞങ്ങൾക്ക് എത്തിക്കണേ എന്നിങ്ങനെ ദുആ ചെയ്തു. ഇപ്പോഴും ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത് റമദാനിന്റെ വാതിൽക്കലാണ്, വാതിൽപ്പടിയിലാണ്. വളരെ പവിത്രതയുള്ള, വളരെ ശ്രേഷ്ഠതയുള്ള, വളരെ പവർഫുള്ളായ മാസം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ അവന്റെ കൽബ് ശുദ്ധിയാക്കാൻ, അവന്റെ ഹൃദയം നന്നാക്കാൻ, അമലുകൾ കൊണ്ട് അമലുകൾ വാരിക്കൂട്ടാൻ, വളരെ സംശുദ്ധമായ നല്ല ജീവിതം നയിക്കാൻ വളരെ ആവശ്യമായ, വളരെ അതിനു വേണ്ട എല്ലാ പ്ലാറ്റ്ഫോമുകളും അല്ലാഹു തആല ക്ലിയർ ചെയ്തു വെച്ചിട്ടുള്ള വളരെ പ്രതിഫലാർഹമായ മാസമാണ് വിശുദ്ധ റമദാൻ. മഹാന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം, അവർ റമദാൻ വരുന്നതിന് മുമ്പേ റമദാൻ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അവർ റമദാനിൽ ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ, അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി അതിനു വേണ്ടി ദുആ ചെയ്യുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, റമദാൻ വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ, ചില പ്രത്യേകതകൾ, ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, റമദാൻ എന്ന് പറഞ്ഞാൽ അതിന് വലിയ പവിത്രതയുണ്ട്. എന്തേ റമദാനിന്റെ പവിത്രത വന്നത്? ഞാൻ ആദ്യം ഓതി വെച്ച ഒരു ആയത്തുണ്ട്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ റമദാൻ, ആ റമദാനിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മഹാന്മാരെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നു. ഉൻസില ഫീഹിൽ ഖുർആൻ കാമിലൻ ഇലാ ബൈത്തിൽ ഇസ്സതി ബിസ്സമാഇ ദുനിയാ. ഖുർആൻ പൂർണ്ണമായി ഇറങ്ങിയതിന് ശേഷം ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കി ഘട്ടം ഘട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. അതാണ് വിശുദ്ധ റമദാനിൽ അല്ലാഹു തആല മുത്തുനബിക്ക് ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞത്. ഖുർആൻ മാത്രമാണോ
മഹാന്മാർ അവിടുന്ന് വിശദീകരിക്കുന്നു, റമദാനിൽ ഖുർആൻ മാത്രമല്ല അല്ലാഹു ഇറക്കിയത്. അന്ന സുഹുഫ ഇബ്രാഹിം അലൈഹിസ്സലാം ഉൻസിലത് ലൈലത അവ്വൽ ശഹ്രി റമദാൻ വത്തൗറാത്തു ഹകദാ. മറ്റുള്ള ഗ്രന്ഥങ്ങളും വിശുദ്ധ റമദാനിലാണ് അല്ലാഹു ഇറക്കപ്പെട്ടത്. മറ്റുള്ള ഗ്രന്ഥങ്ങളും മറ്റുള്ള നബിമാർക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളും അതും ഇറക്കപ്പെട്ടത് വിശുദ്ധമായ റമദാനിൽ തന്നെയാണോ? വിശുദ്ധ ഖുർആൻ ഇറങ്ങലോടുകൂടെ അതൊക്കെ അവിടുന്ന് ദുർബലമായെങ്കിലും അതിന്റെ ഭാഗങ്ങളും അതിന്റെ ആശയങ്ങളും ഒക്കെ അവിടുന്ന് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഗ്രന്ഥങ്ങളെയും അല്ലാഹു ഇറക്കാൻ കണ്ടെത്തിയ മാസം റമദാൻ തന്നെ. റമദാനിന് വലിയ പ്രത്യേകതയുണ്ട്, വലിയ സ്ഥാനമുണ്ട്. ഇദാ ജാഅ റമദാനു ഫുതിഹത് അബ്വാബുൽ ജന്ന വഖുലിഖത് അബ്വാബുൻ നിറാർ വസുഫിദത്തിശ് ശയാതീൻ. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ കാലത്ത് അവ്വലു ലൈലത്തും മിൻ റമദാന സുഫിദത്തിശ് ശയാതീൻ വമറദത്തിൽ ജിന്നു വഖുലിഖത് അബ്വാബുൽ നിറാർ فلم يفتح منها باب وفتحت أبواب الجنان فلم يغلق منها باب. കണ്ടോ, വിശുദ്ധ റമദാൻ വന്നാൽ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ എല്ലാം അങ്ങ് തുറക്കുകയാണ്, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. നമ്മൾ അമൽ ചെയ്യുമ്പോൾ നമ്മളെ പിഴപ്പിക്കുന്ന ശൈത്താൻ അല്ലാഹു ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ആ വാതിൽ നിന്ന്, സ്വർഗത്തിന്റെ വാതിലുകളിൽ നിന്ന് ഒരു വാതിലും പിന്നെ അടക്കൂല. നരകത്തിൽ നിന്നുള്ള വാതിൽ അടച്ചാൽ പിന്നെ ആ വാതിലുകൾ തുറക്കുന്നതല്ല. വിശുദ്ധ റമദാനിൽ നരകത്തിന്റെ വാതിൽ അടച്ചു, സ്വർഗത്തിന്റെ വാതിൽ തുറന്നു, ശൈത്താനെ കെട്ടിയിടപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് പറയുകയാ, അവിടുന്ന് വിളിച്ചു പറയുന്നു, യാ ബാഇയൽ ഖൈറാഖിൽ, നന്മ ചെയ്യുന്നവരെ, നന്മയിലേക്ക് അടുക്കുന്നവരെ, നിങ്ങൾ അവിടുന്ന് നന്മയിലേക്ക് ഉടനെ വരൂ, പെട്ടെന്ന് നിങ്ങൾ നന്മ ചെയ്യൂ. യാ ബാഇയ ശർറഖിർ, അതേ ശർറുകൾ ചെയ്ത് അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്ന, തെറ്റുകൾ ഒഴുകുന്നവരെ നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്ന് അവിടുന്ന് വിശുദ്ധ റമദാനിൽ വിളിച്ചു പറയുന്നു. വലില്ലാഹി ഉതഖാഅ മിന്നാർ. ആ റമദാൻ എന്ന് പറഞ്ഞാൽ ഓരോ രാത്രികളും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രികളാണ്. ഒരുപാട് റമദാനെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ വിശദീകരണമുണ്ട്. പക്ഷേ ഇൻഷാ അല്ലാഹ് റമദാന് വന്നാൽ നമുക്കതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാം. അതിനു മുമ്പ് റമദാനിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. റമദാനിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, ചില പ്രധാനപ്പെട്ട കർമ്മങ്ങളുണ്ട്. വിധങ്ങൾ പറയുന്നു, മൻ ഫരിഹ ബിദുഖൂലി റമദാൻ, ആരെങ്കിലും ഒരാള് റമദാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ചാൽ, റമദാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മൻ ഫരിഹ ബിദുഖൂലി റമദാൻ, റമദാൻ ആഗതമാവുകയാണെന്നതിന്റെ പേരിൽ ഒരാള് സന്തോഷിച്ചാൽ, അല്ലാഹു ജസദഹു നിറാൻ, അല്ലാഹു അവന്റെ ശരീരത്തിനെ നരകത്തെ തൊട്ട് അല്ലാഹു ഹറാമാക്കുന്നതാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ പെടുത്തട്ടെ. വീണ്ടും പറയുന്നുണ്ട്, മൻ ഹദറ മജ്ലിസിൽ ഇൽമി ഫീ റമദാൻ, റമദാനിൽ ആരെങ്കിലും ഒരാൾ ഇൽമിന്റെ മജ്ലിസിൽ സംഗമിച്ചാൽ, ഇൽമ പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസിന്റെ ക്ലാസ് എടുക്കുന്ന ഇൽമിന്റെ മജ്ലിസിൽ ആരെങ്കിലും ഒരാൾ ചെന്ന് ഇരുന്നാൽ, കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൽ ഇബാദത സലാഹ്, ഓരോ ചവിട്ടടിക്കും ഒരു വർഷം ഇബാദത്ത് ചെയ്ത കൂലി, ഒരു വർഷം ഇബാദത്ത് ചെയ്ത പുണ്യം അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമളാൻ
റമദാനിന്റെ പ്രതിഫലത്തെ കുറിച്ചിട്ട്, റമദാനിലേക്ക് എത്തുന്ന ശ്രേഷ്ഠതയെ കൂലിയെ കുറിച്ചിട്ട് എന്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ഉമ്മത്ത് ആഗ്രഹിക്കുമായിരുന്നു എല്ലാ മാസവും റമദാനായിരുന്നുവെങ്കിലെന്ന് എന്റെ ഉമ്മത്ത് ആഗ്രഹിക്കുമായിരുന്നുവെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. മഹാനവർകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിന്റെ അവസാനത്തിൽ ഖതബനാ റസൂലുള്ളാഹി ഫീ ആഖിരി യൗമി മിൻ ശഅബാൻ, ശഅബാനിന്റെ അവസാനത്തിൽ ഈ ഹദീസ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തും. ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നബി തങ്ങൾ ശഅബാനിന്റെ അവസാന ദിവസങ്ങളിൽ നബി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. ശഅബാനിന്റെ അവസാന ഭാഗങ്ങളിൽ നബി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. നബി തങ്ങൾ ശഅബാനിന്റെ അവസാനത്തിൽ നടത്തിയ പ്രഭാഷണം, ഈ പ്രഭാഷണത്തിന്റെ ശകലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്നിട്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടും. നബി തങ്ങൾ അവിടുന്ന് ഒരു പ്രഭാഷണം നടത്തുന്നു ശഅബാനിന്റെ അവസാനത്തിൽ. എന്താണ് നബി തങ്ങൾ പ്രഭാഷണം നടത്തുന്നത്? നബി തങ്ങൾ പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അലഅലക്കും ശഹ്റുൻ അദീം ശഹ്റുൽ മുബാറക്, നിങ്ങളിലേക്ക് വളരെ ബറക്കത്താക്കപ്പെട്ട വലിയ വണ്ണമുള്ള വലിയ പ്രതിഫലമുള്ള ഒരു മാസം നിങ്ങളിലേക്ക് ആഗതമാവുകയാണ്. ശഅബാനിന്റെ അവസാനം നബി പറയാൻ, നിങ്ങളിലേക്ക് വളരെ പ്രതിഫലമുള്ള വലിയ ബറക്കത്തുള്ള ഒരു മാസം വരുന്നുണ്ട്. ഏതാണ് ആ മാസം? വിശുദ്ധമായ റമദാനാണ്. വിശുദ്ധമായ റമദാനാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പഠിപ്പിച്ച ഹദീസാണ്. നിങ്ങളിലേക്ക് വലിയ പവിത്രതയുള്ള വലിയ പുണ്യമുള്ള ഒരു മാസം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സഹാബ. വലിയ ബറക്കത്തുള്ള ഒരു മാസം വരുന്നുണ്ടേ. ആ മാസത്തിൽ നന്നായി ആദരവുകൾ ചെയ്യണം, നന്നായി ദിക്റുകൾ ചൊല്ലണം, നന്നായി ഇബാദത്തുകൾ ചെയ്യണം. അതേ വിശുദ്ധ റമദാൻ ഇദാ കാന യൗമുൽ ഖിയാമ വഅറാദല്ലാഹു ബിഅബ്ദിൽ ഖൈറാ, ഒരു മനുഷ്യന് അല്ലാഹു തആല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അഅതാഹു കിതാബഹു ജഹ്റാ വഖാല ലഹു ഇഖ്റഉ സിർറാ, അല്ലാഹു തആല അവന്റെ കിതാബ് പരസ്യമായിട്ട് അവന്റെ കിതാബ് നൽകുകയാണ്. അവന്റെ നന്മതിന്മകൾ എഴുതിയ 7 കിതാബ് അവിടുന്ന് കൊടുത്തിട്ട് പറയുന്നു, ഇത് രഹസ്യമായിട്ടൊന്ന് നീ വായിച്ചു നോക്കണേ മോനെ. ഞാൻ ചെയ്ത നന്മകള്, ഞാൻ ചെയ്ത തിന്മകള് അവിടുന്ന് ഓരോ മലക്കുകളെ രേഖപ്പെടുത്തിയ കിതാബ് അല്ല തന്നിട്ട് അവിടുന്ന് പറയുന്നു, ഇതൊന്ന് നീ രഹസ്യമായി വായിച്ചു നോക്കണേ. ലാ യഫ്സഹു ബൈന ഖൽഖിഹി ഫയഖ്റഉ കിതാബഹു സിർറാ فلم يسمعوا أحدا فيقول الملائكة إلهنا هذه عناية لم تسبق لأحد من العصاة. അവര് ചെയ്ത രഹസ്യമായി അവന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വതെറ്റുകളും ആ കിതാബിലുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്, മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ റബ്ബ് നിന്നെ വഷളാക്കിയില്ല, റബ്ബ് നിന്നെ മോശക്കാരനാക്കിയില്ല. റബ്ബ് നിന്റെ കുറവുകൾ എല്ലാ ആളുകളും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ആ മനുഷ്യരോഗത്ത് വെച്ചിട്ട് അല്ല നിന്നെ കുറവാക്കിയില്ല, അല്ല നിന്നെ മോശക്കാരനാക്കിയില്ല.
അള്ളാഹ് പറഞ്ഞത് ഒരു ഹൽക്കും ഒരാളും കേൾക്കാത്ത വിധത്തില്, ഒരാളും നിന്റെ രഹസ്യങ്ങൾ അറിയാത്ത വിധത്തില് നീ ഒന്ന് രഹസ്യമായ നിന്റെ കിതാബ് വായിച്ചു നോക്കണേ എന്ന് അള്ളാഹ് നിന്റെ കിതാബ് കൊടുത്തിട്ട് അള്ളവനോട് പറയുമെന്നാണ്. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ കുറവുകളെ, അയ്ബുകളെ, പോരായ്മകളെ ഒരാള് മറച്ചു വെച്ചാൽ അവന്റെ കുറവ് അല്ലാഹ് ആഖിറത്തിൽ മറച്ചു വെക്കുന്നതാണ്. അവന്റെ കുറ്റങ്ങൾ അല്ലാഹ് ആഖിറത്തിൽ മറച്ചു വെക്കും. മനുഷ്യര ലോകത്ത് അവന്റെ കുറവ് അല്ലാഹ് വെളിവാക്കൂല, അല്ലാഹ് അവനെ മോശക്കാരനാക്കൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ അവന്റെ കിതാബ് നോക്കുമ്പോ അമലുകളില്ല, അവന് ഇബാദത്തുകളില്ല, കുറവാണ്. അപ്പോഴാണ് അവിടുന്ന് നരകത്തിൽ കൊണ്ടുപോയിട്ട് അപ്പോഴാണ് അവിടുന്ന് മലക്കുകളോട് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറയുമ്പോ അല്ലാഹ് ഒരു കാര്യം അവനോട് പറയുന്നു, മലക്കുകളെ, ആ മനുഷ്യരെ കുറിച്ച് നിങ്ങൾക്കറിയോ? ആ മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? ഈ ദുനിയാവിൽ നിസ്കരിക്കാത്തവനെ കുറിച്ചിട്ട് നമ്മൾ കുറ്റപ്പറഞ്ഞ് നടക്കരുത്. അവനോട് ഉപദേശിച്ച് നന്നാക്കാനുള്ള കടമയാണ് നമുക്കുള്ളത്. നിസ്കരിക്കാൻ അവനോട് കൽപ്പിക്കണം. നിസ്കാരത്തോട് അവനോട് നിസ്കാരത്തുമായി പള്ളിയുമായി ബന്ധപ്പെടുത്താൻ പറയണം. അവനെ ആക്ഷേപിക്കരുത്, അവനെ പരിഹസിക്കരുത്. റമദാനിൽ പള്ളിയിൽ വരുമ്പോ റമദാനിൽ മാത്രം പള്ളിയിൽ വരുന്ന ആളുകളെ കുറിച്ച് കളിയാക്കി ചിരിക്കരുത്. അല്ലാഹ് പറയുന്നു, ഇന്നീ ഹറഖു ബിദുനിയാ ബിനാരിൽ ജൂഇ വൽ അദഫി ബി ഹർശദീദ് ഫീ ശഹരി റമദാൻ. അവന് റമദാനിൽ പട്ടിണി കിടന്നവന് എങ്ങനെയുള്ള പട്ടിണിയ? നല്ല ചൂടുള്ള സമയത്ത്, നല്ല ചൂടാണല്ലോ ഇപ്പൊ അല്ലാഹു തന്നിരിക്കുന്നത്. ഉച്ച സമയത്തൊക്കെ വല്ലാത്ത ചൂടാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹ് പറയാണ്, നല്ല ചൂടുള്ള സമയത്ത് അവന് ദാഹം പഠിച്ചുകൊണ്ട്, അവന് വിശപ്പ് അനുഭവിച്ചുകൊണ്ട് റമദാനിൽ അവന് നോമ്പെടുത്തവനാണ്. അതുകൊണ്ട് അവനെ നരകത്തിലേക്ക് ഇടാൻ അവകാശമില്ല. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ സംഭവം മഹാന്മാർ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. കാന ഇൻദനാ റജുൽ, ഒരു പുരുഷനുണ്ടായിരുന്നു. ഇസ്മുഹു മുഹമ്മദ്, മുഹമ്മദ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പുരുഷൻ. വകാന ആ മനുഷ്യൻ ലാ യുസല്ലി ഇല്ലാ ഖിതാ, ചുരുങ്ങിയ നിസ്കാരങ്ങളെ അവനുള്ളൂ, ഒരുപാട് നിസ്കാരങ്ങളൊന്നുമില്ല. വൈദാ ദഖല ശഹ്റു റമദാൻ, റമദാൻ കടന്നു വന്നാൽ അവന്റെ നിസ്കാരങ്ങൾ കുറവാണ്, അവന്റെ ഇബാദത്ത് കുറവാണ്, എല്ലാം കുറവാണ്. പക്ഷേ റമദാൻ കടന്നു വന്നാൽ സയ്യന നഫ്സുഹു ബിത്തിയാബിൽ ഫാഖിറത്തി വത്വയ്യിബ്, റമദാൻ വന്നാൽ റമദാനിനെ ബഹുമാനിച്ചിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച്, നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ശുദ്ധിയായിട്ട് അവരിയ്ക്കും. റമദാനിനെ അവരെ ബഹുമാനിക്കും. റമദാനെ ബഹുമാനിച്ചിട്ട് റമദാനിൽ അവരെ നിസ്കരിക്കും, നോമ്പെടുക്കും. അവനെ നഷ്ടപ്പെട്ടതെല്ലാം അവനാ റമദാനിൽ ചെയ്തു കിട്ടും. ആ മനുഷ്യനോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ നീ ചെയ്യുന്നത്? റമദാനിൽ മാത്രം നല്ല നിസ്കാരവും നല്ല നോമ്പും നല്ല ആദരവും റമദാനിൽ നീ കൊടുക്കുന്നുണ്ടല്ലോ, എന്തേ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഇത് തൗബയുടെ മാസമാണ്, ഇത് തൗബ ചെയ്യേണ്ട, പശ്ചാത്തപിച്ച് മടങ്ങേണ്ട മാസമാണ്. പോരാ അല്ലാഹ് അടിമകളോട് കാരുണ്യം ചെയ്യുന്ന മാസമാണ്, അല്ലാഹ് കരുണ ചെയ്യുന്ന മാസമാണ് അടിമകളോട്. വൽ ബറക, അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്യുന്ന മാസമാണ്. അസല്ലാഹു യതജാവല അന്നി ബിഫദ്ലിഹി, റമദാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തിയേക്കാം. ഈ മനുഷ്യൻ ഈ മനുഷ്യൻ മരണപ്പെടുകയാണ്. ഇവരുടെ മറ്റൊരാള് ഈ മനുഷ്യനെ സ്വപ്നത്തിൽ കാണുന്നു.
മരിച്ചതിന് ശേഷം ഈ മനുഷ്യനെ സ്വപ്നത്തിൽ കാണുന്നു. ആ മനുഷ്യനോട് ചോദിച്ചു, അല്ലാഹ് നിന്നെ എന്താ ചെയ്തത്? നീ മരണപ്പെട്ടതിന് ശേഷം നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, റമളാനെ ബഹുമാനിച്ചതിന്റെ കാരണം കൊണ്ട് അല്ലാഹ് എനിക്ക് എല്ലാം പുറത്തു തന്നു, അല്ലാഹ് എനിക്ക് എല്ലാം മാപ്പ് ചെയ്തു തന്നു. സുബ്ഹാനല്ലാഹ്. റമളാനല്ലേ കടന്നു വരുന്നത്. എന്നിട്ട് വീണ്ടും ഹദീസിൽ പറയുന്നുണ്ട്, ആ മാസത്തിൽ വലിയ പവിത്രതയുള്ള ഒരു രാത്രിയുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാത്രി റമളാനിന്റെ അവസാന ഭാഗങ്ങളിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് റമളാനിൽ വിശദീകരിക്കാം അതിന്റെ സംഭവങ്ങളൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ വീണ്ടും ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതേ ആ മാസത്തിൽ അല്ലാഹു തആല ഭക്ഷണം റിസ്ക് അല്ലാഹ് വിശാലമാക്കി കൊടുക്കുന്നു ഒരു മനുഷ്യനെ. മൻ ഫത്തറ ഫീഹി സായിമൻ, ഒരു നോമ്പുകാരൻ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മഗ്ഫിറതൻ ലിദുനൂബിഹി വയതുഖു റഖബത്തിൻ മിനന്നാർ. റമളാനിൽ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അവനിക്ക് അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കും പോലെയാ. അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കാരണം അതായി തീരുന്നതാണ്. റമളാനിൽ 30 ദിവസം ഇവിടെ നോമ്പ് തുറയുണ്ട്. ഇവിടെ അതിന്റെ ലിസ്റ്റ് പതിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോ ആളുകളും അതിൽ ഓരോ ദിവസം നോമ്പ് തുറ ഏറ്റെടുക്കണം. വലിയ ബർക്കത്തുള്ളതാണ്, വലിയ പവറുള്ളതാണ് നോമ്പ് തുറ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ, നരകത്തിൽ നിന്ന് മോചനമാണ്, ദോഷം പൊറുപ്പിക്കാനുള്ള കാരണമാണ്. ഒരാളെ നോമ്പ് തുറപ്പിക്കരുതെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹ്. സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, യുഅ്തില്ലാഹു അല സവാബ, ഈ കൂലി ഞങ്ങൾക്ക് എങ്ങനെയാ കിട്ടുക? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക, ലൈസ കുല്ലനാ നജിദു മാ നുഫത്തിറു സായിബ യാ റസൂലല്ലാഹ്. ഞങ്ങൾ എങ്ങനെയാ നബിയെ നോമ്പ് തുറപ്പിക്കുന്നത്? ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, യുഅ്തില്ലാഹു അല സവാബ മൽ ഫത്തറ സായിബൻ അലാ തംറത്തിൽ ലൗ ശുർബത്തി മാഇൻ ലൗ ബുർറത്തിൽ ബനി. ഹബീബായ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബ, ഒരു കാരക്ക കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊട്ട് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാണ് നിങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊറുക്ക് പാല് കൊടുത്തിട്ടാണ് നിങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നതെങ്കിലും, ഈ സവാബ്, ഈ കൂലി അല്ലാഹ് നിങ്ങൾക്ക് തരുന്നതാണ്. സവാബ ദോഷം പൊറുപ്പിക്കാൻ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹുവിനുള്ള ആ ഒരു പവൻ, ആ കൂലി അല്ലാഹ് തരും. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ആര് നോമ്പ് തുറയുടെ സമയത്ത് വന്നാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ നോമ്പ് തുറപ്പിക്കണം കേട്ടോ. റമളാൻ മാസത്തിൽ ഒരാൾ നോമ്പെടുത്താൽ ആ നോമ്പ് കൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ കൂടുതലായി നീട്ടി പറയുന്നില്ല. നീട്ടി പറയാനുള്ള സമയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നോമ്പ് നോക്കിയ കൂലി കിട്ടണോ? വയറ് മാത്രം പട്ടിണിയായതുകൊണ്ട് നോമ്പിന്റെ കൂലി കിട്ടൂല. വയറ് മാത്രം പട്ടിണി കിട്ടത് കൊണ്ട് നോമ്പിന്റെ കൂലി കിട്ടൂല. നബിതങ്ങൾ പറയുന്നു, മല്ലമദ ഖൗലു സൂർ والعمل به فليس الله عادل بأن يرى طعامه وشرابه. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്.
ഒരാള് വയറ് പട്ടിണിയാണ്, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. പക്ഷേ അവന്റെ നാവ് കൊണ്ട് അവര് കുറ്റം പറയുന്നുണ്ട്, അവന്റെ നാവ് കൊണ്ട് മറ്റുള്ളവന്റെ കുറ്റം പറഞ്ഞെടുക്കാണ്, നാവ് കൊണ്ട് അവര് ചീത്ത പറയുകയാണ്, നാവ് കൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുകയാണ്. അവന്റെ നോമ്പിലുണ്ട് കാര്യമില്ല, അവന്റെ നോമ്പ് എനിക്ക് വേണ്ട. അവന് പട്ടിണി കിടന്നു എന്നല്ലാതെ ഒരു ഗുണവും ഇല്ല. الويل كل الويل للعاصي في شهره أكل الحرام وأجملا. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഹറാമ് പറഞ്ഞുകൊണ്ട് ഹറാമ് കണ്ടുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, നോമ്പ് നോക്കിയിട്ട് ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നില്ല, അവന്റെ നാവ് കൊണ്ട് ഹറാമ് പറയുന്നത് മാറുന്നില്ല, കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നത് അവൻ നിർത്തുന്നില്ല, ഇബാദത്ത് ചെയ്യുന്നു, നിസ്കരിക്കുന്നു, നോമ്പെടുത്തിട്ടുണ്ട്, വല്ലാതെ പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷേ നോമ്പ് നോക്കിയിട്ട് പട്ടിണി കിടന്നിട്ട് ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നോമ്പ് അള്ളാഹ് ഇഷ്ടപ്പെട്ട നോമ്പാകണമെങ്കിൽ അള്ളാഹ് പൊരുത്തപ്പെട്ട രൂപത്തില്, അള്ളാഹ് ഇഷ്ടപ്പെട്ട രൂപത്തില്, അള്ളാഹു കാണിച്ച വഴിയിലൂടെ അവര് നോമ്പ് നോക്കണം. എങ്കിലേ ആ നോമ്പ് കൊണ്ട് കൂലി ഉണ്ടാവുകയുള്ളൂ. രണ്ട് പെണ്ണുങ്ങൾ നോമ്പെടുത്തു, നോമ്പെടുത്ത രണ്ട് പെണ്ണുങ്ങള് അവിടുത്തെ ചരിത്രത്തിൽ കാണാം. രണ്ട് പെണ്ണുങ്ങൾ നോമ്പെടുക്കുകയാണ്. ഈ രണ്ട് പെണ്ണുങ്ങൾ നോമ്പെടുത്ത കാലത്ത് നോമ്പെടുത്ത രണ്ട് പെണ്ണുങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അത് രണ്ട് പാത്രം കൊണ്ടുവന്നു. രണ്ട് പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ, ഈ പെണ്ണുങ്ങളുടെ മുമ്പിൽ അവിടുന്ന് വെക്കുകയാണ്. നോമ്പെടുത്ത രണ്ട് പെണ്ണുങ്ങളെ. എന്നിട്ടോ ആ പെണ്ണുങ്ങളോട് പറയുന്നു, രണ്ടിലേക്കും നിങ്ങൾ കഴിച്ചതിന് നിങ്ങൾ ഇവിടുന്ന് ഛർദ്ദിക്കണം, ഈ രണ്ട് പാത്രത്തിലേക്കും നിങ്ങൾ കഴിച്ചതിനെ ഛർദ്ദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണുങ്ങളോട്, രണ്ട് പെണ്ണുങ്ങളോടും ആവശ്യപ്പെടുകയാണ്. ഈ രണ്ട് പെണ്ണുങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഛർദ്ദിക്കുകയാണ്, പറയുകയാണ്, فقاءت عظامهما نصف دما عبيتا ولهما عريضا. ഒരു പെണ്ണുങ്ങള് ഛർദ്ദിക്കുന്നത് വല്ലാതെ രക്തവും അവിടുന്ന് മാംസകഷ്ണവും ഇങ്ങനെ ഛർദ്ദിക്കുകയാണ്. فقاءت الأخرى مثل ذلك حتى ملأتاه وتعجب الناس من ذلك حتى يصومنا عما أحل الله لهما وأفطرنا على ما حرم الله عليهم الجوع. മറ്റേ പെണ്ണുങ്ങൾ ഛർദ്ദിച്ചതോ വെള്ളവും അവിടുന്ന് കുറെ ഭക്ഷണങ്ങളുമാ ഛർദ്ദിച്ചത്. പക്ഷേ മറ്റൊരു പെണ്ണുങ്ങൾ ഛർദ്ദിച്ചത് ഒരുപാട് രക്തവും അതുപോലെ മാംസകഷ്ണങ്ങളും ഇങ്ങനെ ഛർദ്ദിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയേ ഇതിന്റെ അവസ്ഥയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവർ രണ്ടുപേരും നോമ്പെടുത്തവരാണ്, രണ്ടുപേരും നോമ്പെടുത്തവരാണ്. പക്ഷേ അതിൽ ഒരു പെണ്ണുങ്ങള് നോമ്പെടുത്തിട്ട് അല്ലാഹുവിനെ പേടിച്ച് നാവടക്കിയിട്ട് നല്ല നിലക്ക് ദിക്റുകൾ ചൊല്ലി നല്ല നിലക്ക് ജീവിച്ചവരാണ്. പക്ഷേ മറ്റേയാളോ നോമ്പെടുത്തു എന്ന് മാത്രമാണ്, നോമ്പെടുത്തിട്ട് അന്യന്റെ കുറ്റവും കുറവും അവിടുന്ന് മറ്റുള്ളവന്റെ മാംസം തിന്നവരാണ്. അതുകൊണ്ടാണ് അവരെ അത് ഛർദ്ദിച്ചതെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി വിധങ്ങൾ പറയുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇനിയോ നിബിധങ്ങളെ ഹദീസ് തുടരുകയാണ്. وقيام ليله تطوعا. ആ റമളാനിൽ നിന്ന് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, രാത്രി നിന്ന് നിസ്കാരം, നിന്ന് സുന്നത്ത് നിസ്കാരങ്ങൾ, തറാവീഹുകളുണ്ട്. അതിന്റെ പ്രതിഫലം ഹബീബ് തങ്ങൾ പറയുന്നു, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൽ മിനൽ ഖൈരി കാന കമന്നതാ ഫരീദതൻ ഫീമാ സിവാ. വിശുദ്ധ റമളാനിൽ ഒരാൾ ഒരു സുന്നത്ത് നിർവഹിച്ചാൽ കാന കമന്നതാ ഫരീദതൻ ഫീമാ സിവാ,
മറ്റുള്ള മാസങ്ങളിൽ ഫർദ് നിസ്കരിക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ള മാസങ്ങളിൽ ഫർദ് നിസ്കരിച്ചതിന്റെ കൂലി അല്ലാഹു റമദാനിൽ ഒരു സുന്നത്ത് നിർവഹിച്ചാൽ കൊടുക്കുന്നുണ്ട്. ഒരു ഫർദ് റമദാനിൽ ഒരാൾ നിർവഹിച്ചാൽ കാന കമന്നതാ സബഈന ഫരീദതൻ ഫീമാ സിവാ 70 ഫർദ് നിസ്കരിച്ചതിന്റെ കൂലി അല്ലാഹു തആല റമദാനിൽ ഒരൊറ്റ ഒരു നിസ്കാരത്തിന് അല്ലാഹു നൽകുന്നു. ഒരു ഫർദ് നിസ്കാരത്തിന് 70ന്റെ കൂലി, ഒരു സുന്നത്തിന്റെ ഫർദിന്റെ കൂലി. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. റമദാനിലുള്ള സുന്നത്തുകൾ എത്രയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? റമദാനിലുള്ള സുന്നത്തുകൾ എത്രയാണ്? ഒരുപാട് സുന്നത്തുകൾ അല്ലാഹു റമദാനിൽ നൽകിയിട്ടുണ്ട്. നിസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങള്, തഹജ്ജുദ് നിസ്കാരങ്ങൾ, അതുപോലെ ദുആ സുന്നത്ത് നിസ്കാരങ്ങൾ, ഇങ്ങനെയുള്ള സുന്നത്തുകൾ റമദാനിൽ എടുത്താൽ അല്ലാഹു ഫർളിന്റെ കൂലി അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ക്ഷമയുടെ മാസമാണ് വിശുദ്ധ റമദാൻ. ക്ഷമയുടെ മാസമാണ് വിശുദ്ധ റമദാൻ. ക്ഷമക്ക് അല്ലാഹു കൊടുക്കുന്ന കൂലി എന്താണ്? ക്ഷമക്ക് അല്ലാഹു കൊടുക്കുന്ന കൂലി അത് അവനിക്ക് അല്ലാഹു കൊടുക്കുന്ന കൂലി സ്വർഗ്ഗമാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻഗാമികളായ പ്രവാചകന്മാരെല്ലാം വലിയ ക്ഷമ കൈക്കൊണ്ടവരാണ്, വല്ലാതെ ക്ഷമിച്ചവരാണ്. വലിയ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു കൊടുത്തപ്പോൾ അവര് വല്ലാതെ ക്ഷമിച്ചവരാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവിടുന്ന് വിശദീകരിക്കുന്നത് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലോണം ക്ഷമ കൈകൊണ്ടുകൊണ്ട് വിശുദ്ധ റമദാൻ നന്നായി തൗബ ചെയ്തുകൊണ്ട് റമദാനിനെ നല്ല നിലയ്ക്ക് വരവേൽക്കാൻ നമ്മൾ ശ്രമിക്കണം. റമദാനിൽ പ്രത്യേകമായി ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്തെന്നറിയോ? തിലാവത്തുൽ ഖുർആൻ. അൽ ജന്നത്തു മുഷ്താഖുൻ ഇലാ അർബഅത്തി നഫർ. 4 ആളുകളെ സ്വർഗ്ഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിൽ 4 ആളുകളുടെ കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞത് ഒന്ന് റമദാനിൽ നോമ്പെടുക്കുന്നവരാണ്, മറ്റൊന്ന് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ഖുർആൻ നന്നായി പാരായണം ചെയ്യണം. വീടുകളിൽ ഖുർആൻ ഓതുന്നവരാകണം. ലാ തജ്മലൂ ബിയൂതകും ഖുബൂറാ. നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ മക്ബറകളാക്കരുത്, ശ്മശാനങ്ങളാക്കരുത്, ഖബർസ്ഥാനുകളാക്കരുതെന്ന് നബി പഠിപ്പിച്ചതെന്താണ്? നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ വീടുകളിൽ പാരായണം ചെയ്യുന്നവരാകണം, ഖുർആൻ ഓതുന്നവരാകണം. നമ്മൾ പറയും ഖുർആൻ ഓതാൻ അറിയില്ലല്ലോ ഉസ്താദേ, എന്താണ് ചെയ്യേണ്ടത്? ഖുർആൻ ഓതാൻ അറിയില്ല, ഖുർആൻ ഓതുമ്പോൾ തെറ്റ് സംഭവിച്ചു പോകുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഒന്ന് റമദാനിൽ ആ ഖുർആൻ ഒന്ന് കണ്ണോടിക്കണേ. ആ റമദാനിൽ വിശുദ്ധ ഖുർആനിന്റെ വരികൾ ഇങ്ങനെ ഖുർആൻ പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഖുർആൻ എല്ലാ ദിവസവും എടുത്ത് നെഞ്ചോട് ചേർത്ത് വെക്കണം. എന്നിട്ട് ഖുർആനിന് ഒരു ചുംബനം കൊടുക്കണം. രാവിലെ എഴുന്നേറ്റാൽ, സുബഹിക്ക് പ്രഭാത സമയത്ത് എഴുന്നേറ്റാൽ നമ്മൾ ആദ്യമായി നോക്കേണ്ടത് ഖുർആനിന്റെ വരികളാണ്. ഖുർആൻ മറിച്ചു നോക്കുന്നവരാകണം. ഖുർആൻ നമ്മളിങ്ങനെ മറിച്ചു നോക്കണം. എപ്പോഴും ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഓടാൻ അറിയുന്നില്ലെങ്കിലും ഒന്ന് നോക്കിയിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഖുർആനിനൊരു ചുംബനം കൊടുത്തു വെക്കാൻ ആ ഒരു ശീലം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് വല്ലാതെ ഒരു വിഷമമുണ്ടാക്കിയില്ലേ? ഖുർആൻ പഠിച്ച ഒരു ഹാഫിളായ വലിയ പ്രഭാഷകനായ മശൂർ സഖാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ
പെട്ടെന്ന് അവിടുന്ന് രാത്രി വാല് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു വന്നു. അതാ അവിടുന്ന് സുബഹിയുടെ സമയമാകുമ്പോ ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. പരക്കമില്ലാത്ത മക്കളുള്ള ഉസ്താദ് അല്ലാഹ് ജനങ്ങൾക്ക് എത്രയാ ഖുർആൻ ക്ലാസ് എടുത്തത്, എത്രയാണ് വയറ് പറഞ്ഞു തന്നത്, എത്രയാണ് ഐലിന്റെ ശകലങ്ങൾ പറഞ്ഞു തന്നത്, എത്രയാ നമ്മളത് കേട്ടത്, നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ അത് പറഞ്ഞ ഉസ്താദ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. പള്ളിയുടെ വാടി മണ്ണിലാണ് ഉസ്താദിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോയി വെച്ചതെങ്കിൽ അതാ ദുനിയാവിൽ പറഞ്ഞ വാക്കുകൾ ഇന്നും സോഷ്യൽ മീഡിയകളിൽ പരക്കുകയാണ്. ജനങ്ങളിൽ പറഞ്ഞു വെച്ച ഇൽമ ഇന്നും ജനങ്ങളിൽ അവിടെ വാക്കി നിൽക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ നശിക്കാതെ ബാക്കി നിൽക്കുന്നു. എത്ര മക്കൾക്കാ ഖുർആൻ പഠിപ്പിച്ചത്, എത്ര മക്കൾക്കാ ഇൽമിന്റെ ഖുർആനിന്റെ ശേഖരങ്ങൾ പഠിപ്പിച്ചത്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഇത് ഞാൻ പറഞ്ഞത് എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ കാലം നിങ്ങൾ മരിച്ചു പോകേണ്ടവരാണ്. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതെന്ന് പറയാൻ കഴിയില്ല. എന്റെ മരണമെപ്പോഴാണ് അന്ന് നിശ്ചയിച്ചിട്ടുള്ളത് എനിക്ക് പറയാനൊരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന പാവപ്പെട്ട ഞാൻ ഈ സംസാരം പൂർത്തിയാക്കുമോ പറയാൻ എനിക്ക് സാധ്യമല്ല. ഓ എന്റെ ഉമ്മമാരെ, രാത്രി കിടന്നുറങ്ങിയ ഞാൻ രാവിലെ എഴുന്നേൽക്കുമെന്നതിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല. എന്റെ പിന്നുമക്കൾ വരുമ്പോ വാപ്പയോട് വിളിച്ചിട്ട് പറയാറില്ലേ, വരുമ്പോ ഇന്നാലിന്ന വസ്തു കൊണ്ടുവരണം, ഇന്നാലിന്ന സാധനങ്ങൾ കൊണ്ടുവരണം, മിഠായി കൊണ്ടുവരണം, ഐസ്ക്രീം കൊണ്ടുവരണം, അങ്ങനെ പല വസ്തുക്കളും ഫോണ് വിളിക്കുമ്പോ വിളിച്ച് പറയാറുണ്ട് കൊണ്ടുവരണമെന്ന്. എന്നോട് പറയുന്നത് പോലെ നിങ്ങളോട് പറയാറുണ്ട്. നമ്മൾ മക്കളോട് വാക്ക് കൊടുക്കാറുണ്ട്. വാപ്പ വരുമ്പോ കൊണ്ടുവരാമെന്ന് മക്കളോട് പറയുന്നുണ്ട്. പക്ഷേ പറയുന്ന എനിക്കൊരു ഉറപ്പില്ല. ഈ സൂര്യത്തുമേറിൽ നിന്ന് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ എന്റെ വീട്ടിലെത്തുമെന്ന ഗ്യാരണ്ടി എനിക്കില്ല. രാത്രി കിടന്നാൽ സുബഹിക്ക് ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് എന്റെ മൊബൈൽ എന്നെ വിളിക്കുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ? ഒരു ഗ്യാരണ്ടിയും ഇല്ല. എന്റെ ആയുസ്സുകൾ ഉറപ്പില്ലല്ലോ. ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ റബ്ബേ, ആഫിയത്ത് തരണേ അല്ലാഹ്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കളെ യതീമാണ്, നമ്മുടെ മക്കളെ നോക്കാൻ ആളുകളില്ല, നമ്മുടെ ഭാര്യ വിധവയാണ്. എന്നെ മാത്രം പ്രതീക്ഷിക്കുന്ന എന്റെ വീട്ടിലുള്ള എന്റെ ഭാര്യമക്കള്, നിങ്ങളെ മാത്രം പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ ഭാര്യമക്കള്, അതാ വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റുകൊണ്ട് ജോലിക്ക് വേണ്ടി പോയ മനുഷ്യര്, അല്ലെങ്കിൽ കടയിലേക്ക് പോയ മനുഷ്യര്, എന്റെ ഭാര്യയെ പോറ്റണം, എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നുദ്ദേശിച്ച് അധ്വാനിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പപ്പ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഭർത്താവ്, വൈകുന്നേരമാകുമ്പോ ഭർത്താവിന്റെ അല്ലെങ്കിൽ വാപ്പയുടെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലേ? എത്ര ചെറുപ്പക്കാരാ മരിച്ചു പോയത്, എത്ര ചെറിയ ചെറിയ മക്കളാ മരിച്ചു പോയത്. ഈ നാട്ടിലേക്ക് ഞാൻ വന്നതിന് ശേഷം തന്നെ എത്ര ചെറുപ്പക്കാരാ ഈ നാട്ടിൽ മരണപ്പെട്ടു പോയത്. പെടുന്നതിനുള്ള മരണങ്ങൾ എത്രയാ നമ്മൾ കാണുന്നത്. അല്ലാഹ് നിങ്ങളെ കാക്കണേ റബ്ബേ. മുഅ്മിനീങ്ങളെ, രാവിലെ എഴുന്നേറ്റപ്പോ ഈ ഒരു ദുഃഖവാർത്ത കേട്ടപ്പോ നിങ്ങളുടെ നാടിനടുത്തുനിന്ന് പ്രഭാഷണമുണ്ട്. നാളെ ഈ കർണാടകയിൽ ഉപ്പിനങ്ങാടി ഭാഗത്ത് പ്രഭാഷണമുണ്ട്. ഈ ഉസ്താദ് ഭരിക്കുമെന്ന പ്രതീക്ഷയിൽ ഡേറ്റ് കൊടുത്തതല്ല.
ഇവിടെ ഉപ്പിനങ്ങാടിയിൽ നാളെ വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു, ഇന്നവിടെ പ്രസംഗിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു, മറ്റന്നാളും പ്രസംഗിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. മരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കിടന്നതല്ല, ചെറിയ ഒരു നെഞ്ചുവേദന വന്നതേയുള്ളൂ. ഒരു രോഗമില്ല, നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ചുറുചുറുക്കുള്ള നല്ല ആരോഗ്യവാനാണ്, പറക്കമുറ്റാത്ത ചെറിയ മക്കളുള്ളവരാണ്. ഓ എന്റെ വാപ്പാ, ഒരു വേള ചിന്തിക്കേണ്ടതില്ലേ, ഇതുപോലെ എന്റെ മരണവും എനിക്ക് സംഭവിക്കാറുണ്ട്, ഇതുപോലെ എന്റെ ശരീരവും മരിച്ചു കൊണ്ടുവരാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു ഖുർആൻ പഠിച്ച മനുഷ്യനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലതായി നിസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് തന്നെ കടന്നു പോകുമ്പോ അതാ പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് രാത്രി സമയത്ത് നബിതങ്ങൾ തന്റെ വീട്ടിലേക്ക് വിശ്രമിക്കാനെത്തിയപ്പോ പള്ളിയുടെ അകത്തുനിന്ന് നബിതങ്ങൾ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണ് ശബ്ദം കേൾക്കുന്നതെന്നറിയോ? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാ. എന്തൊരു മാധുര്യമുള്ള ശബ്ദമാണ്, എന്തൊരു സുന്ദരമായ ശബ്ദമാണ്. നല്ല ശൈലിയിൽ ഖുർആൻ ഓതുന്നു, പള്ളിയുടെ അകത്തുനിന്ന് നബിതങ്ങൾ കേൾക്കുന്നു. മുത്തുനബിതങ്ങൾ പള്ളിയുടെ പുറത്തു നിന്നിട്ട് ഖുർആൻ ഓതി കേട്ടോ. ആരംഭപ്പുവായ മുത്തുനങ്ങൾക്ക് ഖുർആനിൽ കാര്യമല്ലാത്ത ഇഷ്ടമാണ്. ഖുർആൻ നല്ല ശൈലിയിൽ ഓതുമ്പോ വല്ലാത്ത ആദരവാണ്. ഈ ഖുർആനോത്തിന്റെ ശൈലി കേട്ടിട്ട് നബിതങ്ങൾ പള്ളിക്ക് ചുറ്റും ഇങ്ങനെ നടന്നിട്ട് ഖുർആനോട്ട് കേൾക്കുന്നു. സുബ്ഹിയാകുന്നു, തഹജ്ജുദിന്റെ സമയമായി. ആളുകൾ പള്ളിയിലേക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കടന്നു വരുന്നു. നബിതങ്ങളും തഹജ്ജുദ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് കടന്നുപോയി. സുബ്ഹി നിസ്കാരം നിർവഹിച്ചിട്ട് നബിതങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ മഹാനായ അബൂ മൂസൽ അശ്അരി ഉണ്ടോ? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് അബൂ മൂസൽ അശ്അരി തങ്ങൾ കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അബൂ മൂസ തങ്ങളെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു, ലഖദ് ഊതീത മിസ്മാറൻ മിൻ മിസ്മീരി ആല ദാവൂദ്. അല്ല അബൂ മൂസ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിയുടെ കുടുംബത്തിലെ ശബ്ദമാധുര്യം നൽകിയിട്ടുണ്ടല്ലോ അബൂ മൂസ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അബൂ മൂസൽ അശ്അരി തങ്ങൾ ചിന്തിച്ചു, പഠിച്ചവനെ, എപ്പോഴാണ് എന്റെ ഹബീബിന്റെ ശബ്ദം കേട്ടത്? എപ്പോഴാണ് എന്റെ മുത്തുനബിയുടെ ശബ്ദം കേട്ടത്? അല്ലാഹ്. അബൂ മൂസ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലെ ഞാൻ ഓതിയ ഖുർആനോത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് നബിയേ? അയിന്നക കുന്ത തസ്മഅ ലി യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ ഇന്നലെ ഓതിയ ഖുർആനോത്ത് അങ്ങ് കേട്ടിട്ടുണ്ടോ നബിയേ? അങ്ങ് ശ്രവിച്ചിട്ടുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതേ നബി അബൂ മൂസ, നിങ്ങൾ ഇന്നലെ ഓതിയ ഖുർആനോത്ത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. മഹാനായ അബൂ മൂസൽ അശ്അരി തങ്ങൾ അവിടുന്ന് തേങ്ങിയിട്ട് കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ അബൂ മൂസൽ അശ്അരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്തിനാണ് അബൂ മൂസ നിങ്ങൾ കരയുന്നത്? നിങ്ങളെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവിടുന്ന് പറഞ്ഞു, നബിയേ, ഞാൻ കരഞ്ഞതെന്തിനെന്നറിയോ? എന്റെ ഖുർആനോത്ത് പുറത്തു നിന്നിട്ട് എന്റെ ആരംഭമായ മുഖലിതങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അങ്ങ് കേൾക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല നബിയേ. അങ്ങ് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇതിനെക്കാളും നന്നായി
സ്വന്തമായിട്ട് ഖുർആൻ ഓതുമായിരുന്നല്ലോ നബിയേ. ഇതിനേക്കാളും നല്ല ശബ്ദത്തിൽ നല്ല ശൈലിയിൽ ഞാൻ ഖുർആൻ ഓതുമായിരുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ മൂസ നിങ്ങൾ വിഷമിക്കണ്ട. അല്ലാഹു തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിൽ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങൾ അല്ലാഹു പെടുത്തിയിട്ടുണ്ട് അബൂ മൂസ. അബൂ മൂസ അശ്അരി തങ്ങൾ പറയുന്നുണ്ട്, ചരിത്രത്തിൽ കാണാം, മിസ്മാറൻ ബിൻ മിസ്മീരി ആലി ദാവൂദ് എന്ന് പറഞ്ഞത് അൽ മുദാർ മുറാദ് അൽ ഹസൻ സൗത്ത് നല്ല ശബ്ദമായിരുന്നു അബൂ മൂസ അശ്അരി തങ്ങളുടെ ശബ്ദം. അബൂ മൂസ അശ്അരി തങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ആ ശബ്ദമാണ് ഒരു വല്ലാതെ മനുഷ്യനെ ആകർഷിപ്പിക്കുന്ന ശബ്ദത്തിലാണ് ഓതിയിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇന്ന അഫ്ദലകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ഖുർആൻ പ്രഭാഷണം നടത്തുകയും ചെയ്ത ഒരു വ്യക്തിത്വമല്ലേ ഇന്ന് മരണപ്പെട്ടു പോയത്. അല്ലാഹു മശൂർ സഖാഫിയുടെ ഖബറിലേക്ക് അദ്ദേഹം ചെയ്ത എല്ലാ അമലുകളും എത്തിച്ചു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ എന്റെ ഒരു സുഹൃത്താകുന്ന സാദിയുടെ ഉമ്മയും ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഉമ്മയുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ ഉമ്മയുടെ ഖബറിലേക്കും അല്ലാഹു നമ്മൾ ചെയ്യുന്ന സവാബ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനാവട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. റമളാനിൽ നന്നായി ഖുർആൻ ഓതണം. അങ്ങനെ ഖുർആൻ ഓതുന്നവർക്ക് ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം കേട്ടോ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ ഓതുന്നവർക്ക് നാളെ വിശുദ്ധ ഖുർആൻ അവർക്ക് ശഫാഅത്തായി വരും. അവർക്ക് അവന്റെ ശുപാർശകനായി വിശുദ്ധ ഖുർആൻ എത്തുമെന്ന് ഹബീബായ തങ്ങളാ പഠിപ്പിച്ചത്. അതുകൊണ്ട് റമളാനിൽ നന്നായി ഖുർആൻ ഓതണം, ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.